ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കണ്ടുകൊണ്ട് പലർക്കും മനസ്സിൽ സംശയം വരുന്നൊരു കാര്യമാണ്. അപ്പുറത്തുള്ളൊരു AC, അതായത് ആ വർക്ക് ചെയ്യുന്ന AC-യുടെ കാറ്റ് അതിലെ വലിച്ചിങ്ങ് തരികയാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഓൾട്ടർനേറ്റർ തന്നെ സ്റ്റാർട്ടറായിട്ടും വർക്ക് ചെയ്യും, അതൊരു ജനറേറ്ററായിട്ടും വർക്ക് ചെയ്യും. അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം പവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾട്ടർനേറ്റർ തന്നെ ഒരു മോട്ടറായിട്ട് വർക്ക് ചെയ്ത് എഞ്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റ് പോകണം. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് കണ്ണ് ഇങ്ങോട്ട് നോക്കി. ഇപ്പോൾ ഇതിന് ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൊടുത്തിരിക്കുന്നത് 6.3 ആണ്. ഞാനതൊന്ന് റീസെറ്റ് ചെയ്യുകയാണ്. ദേ സുഖമായിട്ട് ഇങ്ങനെ കയറി കിടക്കാം അല്ലേ. ഈ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഏത് വാഹനത്തിൻ്റെ കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോണം. നിങ്ങൾക്ക് ഏത് വാഹനത്തിൻ്റെ സാമ്യമായിട്ട്, അല്ലെങ്കിൽ പണ്ട് തൊട്ട് ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് എടുത്ത് പറയുന്നൊരു വാഹനം ഏതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക. ഇത് നമുക്ക് ഊരാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ബൾബ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ റൂമിയോണാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് കാണുമ്പോൾ എവിടേക്കോ കൊണ്ട് നമ്മുടെ എർട്ടിഗയാണെന്ന് തോന്നുമെങ്കിൽ പോലും ഇതൊരു എർട്ടിഗ തന്നെയാണ്, പക്ഷേ റീബാഡ്ജ് ചെയ്ത വാഹനമാണ്. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നോവ ക്രിസ്റ്റ ചെയ്ത സമയത്ത് റേറ്റ് കൊണ്ട് പ്രശ്നമാണ്, അല്ലെങ്കിൽ റേറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു വാഹനം പാടാന്ന് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം നോക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ റൂമിയോൺ എന്ന് പറയുന്ന വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം, അതായത് വേറൊരു വാഹനത്തിൽ അത്രയും എടുത്തു പറഞ്ഞൊരു കാര്യം ഈ വാഹനത്തിലൊക്കെ പണ്ട് കാലം തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് തെളിയിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ വാഹനം ഞാനൊന്ന് റിവ്യൂവിന് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Pro. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയേക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളൊരു വാഹനം തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു നല്ലൊരു ഹെഡ് ലാമ്പ് കാണാൻ സാധിക്കും. ഡിമ്മ് വരുന്ന പ്രൊജക്ടറാണ്. ഹൈ ബീം വരുന്ന ഒരു നോർമൽ ഹാലജൻ ബൾബാണ് വരുന്നത്. ഇതിലും ഹാലജൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹാലജൻ ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ബൾബ് മാറാൻ സാധിക്കും. അതായത് LED ബൾബ് കമ്പനി കൊടുക്കാത്ത ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ഇഷ്ടത്തിനുള്ള ഏതൊരു LED വേണമെങ്കിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതൊരു സില്ലി മാറ്ററാണ്. എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ബാക്കി ഞാൻ പറഞ്ഞു പോരാം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫോഗ് ലാമ്പ്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ അല്ല നമ്മുടെ മാരുതിയിൽ വരുന്നത്. അതായത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട് ബമ്പർ ഫുള്ളായിട്ടൊന്ന് റീവർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ കറക്റ്റ് ടൊയോട്ടയുടെ തന്നെയാണ്. ടൊയോട്ടയുടെ ഒരു വലിയൊരു ലോഗോ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. താഴെ ഒരു നല്ലൊരു എയർ ഡാമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഈ ഒരു ക്രോം എലമെൻറ്റ് ടൊയോട്ട വാഹനത്തിൻ്റെയൊക്കെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെ പറയാൻ സാധിക്കും. ഇതുപോലൊരു ക്രോം ബാഡ്ജിങ് വരുന്നത് ആ ഒരു കാര്യം കിടുക്കനാണ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. ബാക്കിയെല്ലാം സെയിം. ഇനി നമുക്ക് സൈഡിലോട്ട് വരാം. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു കിടുക്കാച്ചൊരു അലോയ് കാണാൻ സാധിക്കും. കാരണം ഇതൊരു വെറൈറ്റി ഡിസൈനാണ്. മെഷീൻ കട്ട് അലോയ് തന്നെയാണ്. ഡ്യുവൽ ടോൺ ടൈപ്പ് വരുന്ന അലോയാണ് വരുന്നത്. ടയറിൻ്റെ സൈസ് 185/65 R15 ആണ്. 15 ഇഞ്ച് ടയർ തന്നെയാണ് വരുന്നത്. മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് പിടിപ്പിക്കുന്ന ക്രോമാണ്. ഇതൊന്നും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ല. ഇതൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ കാണുന്ന ക്രോമൊക്കെ. അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു മിറർ കാണാൻ സാധിക്കും. ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ക്യാമറ ഇല്ല. ഈ സൈഡിലോട്ട് പിന്നെ വരുന്ന സമയത്ത് റിക്വസ്റ്റ് സ്വിച്ച് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ലോക്ക് അൺലോക്ക് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു ഫീച്ചർ കിടു തന്നെയാണെന്ന് ഞാൻ പറയും. ഈ ഫോബ് തന്നെയാണ് വരുന്നത്. ടൊയോട്ടയുടെ ലോഗോ ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ഇവിടെ സുസുക്കിയുടെ ലോഗോ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് മാത്രമേ ഉള്ളൂ. ഏതായാലും താക്കോല് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് മിറർ ഫോൾഡിങ് അവൈലബിൾ ആണ്. അതും കൂടി ഇപ്പോൾ കാണിക്കാൻ സാധിച്ചു. ഇനി നമുക്ക് ഒരു പ്രസ്സിൽ തന്നെ അൺലോക്ക് ചെയ്യാനും സാധിക്കും. മിറർ തുറക്കത്തില്ല, കീ ഓൺ ചെയ്താൽ മാത്രം തുറക്കത്തുള്ളൂ. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തുറക്കുന്നതായിരിക്കും. സൈഡിലത്തെ 2 പില്ലേഴ്സും ബ്ലാക്ക് സ്റ്റിക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ബാക്കിലോട്ട് വരുമ്പോൾ ചെറിയൊരു കോട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ബാക്ക് സീറ്റിൽ. അതായത് നമ്മുടെ 3rd റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് വേറെ പ്രത്യക്ഷത്തിൽ വലിയൊരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല. എല്ലാ ആസിറ്റീസും നമ്മുടെ എർട്ടിഗ പോലെ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമില്ല. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നിയോ ഡ്രൈവ് കാണാം. V വേരിയൻ്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് മാനുവലിൽ വരുന്നത്. താഴത്തെ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഇതൊന്നും ഈ മോഡലിന് വരുന്നതല്ല, അഡീഷണൽ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ആക്സസറീസ് നമുക്ക് അഡീഷണൽ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ക്രോമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. റൂമിയോൺ എന്നുള്ള നല്ലൊരു എഴുത്ത് ഇവിടെ കാണാൻ സാധിക്കും.
ഒരു എൽ ഷേപ്പ് പോലത്തെ ടെയിൽ ലൈറ്റ്, ഇതിനകത്ത് LED ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും വരുന്നുണ്ട്. റിവേഴ്സും ഇൻഡിക്കേറ്ററും വരുന്നത് ഹാലജൻ തന്നെയാണ് വരുന്നത്. ഒരു നല്ലൊരു വൈപ്പർ ബ്ലേഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡീഫോക്കസിൻ്റെ ലൈൻ കാണാൻ സാധിക്കും. നിപ്പോൺ ടൊയോട്ടയുടെ ഒരു വലിയൊരു ബാഡ്ജിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ചുമ്മാ പറഞ്ഞാൽ ഓക്കെ. അതുപോലെ തന്നെ മേളിലൊരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഒരു വാഷറിൻ്റെ സ്പ്രേ നമുക്കിവിടെ വരുന്നുണ്ട്. റൂഫ് ആൻറ്റിനയിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ സാധിക്കത്തില്ല, കാരണം ഫ്രണ്ടിൽ ഒരു കുഞ്ഞൻ ആൻറ്റിനയാണ്. അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് മാറ്റി ഒന്ന് മോഡിഫൈ ചെയ്തൊരു റൂഫ് ഷാർക്ക് ഫിൻ ആൻറ്റിനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നതിന് എന്നൊരു ചെറിയൊരു അഭിപ്രായമുണ്ട്. അടുത്തതിൽ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് നമുക്ക് വിശ്വസിക്കും. 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സും 2 റിഫ്ലക്റ്റേഴ്സും. ഒന്ന് തുറന്നു നോക്കാം. ബൂട്ട് തുറക്കുന്ന സമയത്ത് ബൂട്ടിലെ സ്പേസ് വരുന്നത് 209 ലിറ്ററാണ് ഈ ഒരു രീതിക്ക് വരുന്നത്. പക്ഷേ ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അത് നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സീറ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡ് റെസ്റ്റ് താത്ത് വെച്ചോണം. അങ്ങനെയാണെങ്കിൽ ഇത് ഫ്ലാറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ശരിക്കും നല്ലൊരു ഏരിയ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ സെക്കൻഡ് റോയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെക്കൻഡ് റോയിൽ കൂടെ ഫോൾഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു മിനിറ്റ്. നമുക്ക് ഈ സീറ്റും ഇങ്ങനെ മറിച്ചിടാൻ സാധിക്കും. യെസ്, ഇപ്പോൾ ദേ ഒരു വലിയൊരു ഏരിയ. അതായത് ഞാനൊന്ന് കയറി കാണിച്ചു തരാം, വെയിറ്റേ. യെസ്, ദേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഒഴിച്ചാൽ ദേ സുഖമായിട്ട് ഇങ്ങനെ കയറി കിടക്കാം. നമുക്ക് കയറി കിടക്കാൻ സാധിക്കും. അതായത് ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതിപ്പം ബാക്കിൽ ഒത്തിരി പേരുണ്ടെങ്കിലുള്ളൊരു കാര്യമല്ല പറഞ്ഞത്, 2 പേര് 3 പേരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നി, സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം. അതുകൂടി ഞാൻ എടുത്തു പറയാം. ഏതായാലും ഇത്രയും ഒരു ഏരിയ, അതെ എന്ത് ഇടയുണ്ടെന്ന് നോക്കിക്കേ. സത്യം പറഞ്ഞാൽ അടിപൊളി. എനിക്ക് തോന്നുന്നു 13 ലക്ഷത്തിൽ ചില്ലറ മാത്രം ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട്. 10-30 ലക്ഷം രൂപ എടുക്കാൻ മേല. എന്നാൽ 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുക. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ലഗേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാത്ത രീതിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ 2 രീതി ഇത് വേണമെങ്കിൽ എടുത്ത് നമുക്ക് മാറ്റാനും പറ്റും കേട്ടോ. തിരിച്ചാൻ പറ്റൂ. ഈ സൈഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും. സ്പെയർ വീൽ ഈ വാഹനത്തിൻ്റെ താഴെയാണ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജാക്കും കാര്യങ്ങളൊക്കെ നമുക്കത് ഈ സൈഡിൽ കാണാൻ സാധിക്കും. ജാക്ക് ടോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വരുന്നുണ്ട്. നല്ല രീതിക്ക് അത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കും. യെസ്, അങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഹാൻഡിലുണ്ട്. തുറക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പുള്ള് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഹാൻഡിൽ വരുന്നത്. റിക്വസ്റ്റ് സ്വിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു റിക്വസ്റ്റ് സ്വിച്ച് ഉണ്ട്. ലോക്കും അൺലോക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ലോക്ക് ചെയ്യാനും സാധിക്കും. വാഹനം ലോക്കായി, തുറക്കാൻ പറ്റത്തില്ല, ഫുള്ള് ലോക്കായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ലോക്കാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് അൺലോക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. ആദ്യം തന്നെ വാഹനത്തിനകത്ത് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഡോർ പാഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ലൊരു വുഡൻ മെറ്റീരിയൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും നല്ലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, നല്ല കളേഴ്സൊക്കെ കൊടുത്തൊരു വുഡൻ ഫിനിഷ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ലെതറാണ് വരുന്നത്. ഈ ഒരു പോർഷൻ മാത്രം ലെതർ, ഇതെല്ലാം ഫൈബർ തന്നെയാണ് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ലെഫ്റ്റ്, മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്വിച്ച്, ലോക്ക് അൺലോക്ക് സ്വിച്ച്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ നമ്മുടെ റൈറ്റ് സൈഡിലെ മിറർ മാത്രം വരുന്നുണ്ട്. ബാക്കിയൊക്കെ 1 ടച്ച് അല്ല, ഫുള്ള് ടച്ച് ചെയ്ത് പിടിക്കണം. മേളിലോട്ട് വലിച്ചാൽ മാത്രം ഫുള്ള് ക്ലോസ് ആവത്തുള്ളൂ. പവർ വിൻഡോസ് നമുക്ക് കാണാം. ഒരു സ്പീക്കർ ഇവിടെ കാണാൻ സാധിക്കും. ഒരു കപ്പ് ഹോൾഡർ, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ട്യൂട്ടറും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോപ്പ് വേരിയൻ്റാണ് ഈ വാഹനം വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ആണ്. ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം ഒരു മാനുവൽ വാഹനമാണ്, അല്ലെങ്കിൽ ഒരു മാനുവൽ രീതിയിലാണ് നമ്മളിതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ റിക്ലൈൻ ചെയ്യാൻ പറ്റുള്ള ഓപ്ഷനും ഉണ്ട്. അത് കഴിഞ്ഞ് ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. ഓട്ടോ ഓഫിൻ്റെ ബട്ടൺ ഉണ്ട്. ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് വെഹിക്കിളാണ്. അതായത് ഒരു മൈൽഡ് ഹൈബ്രിഡ് ആണ്. നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് അത്യാവശ്യം മൈലേജ് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 20 മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. 20 പോയിന്റ് സംതിങ് ഉണ്ടെങ്കിൽ പോലും 20 നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഒരു 18-19 സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് കൂടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എഞ്ചിൻ സൈഡ് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു പോകാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഓട്ടോ ഓഫിൻ്റെ ഫീച്ചർ വേണമെങ്കിൽ അത് ചെയ്യാം, വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. അതായത് നമ്മൾ വാഹനം എവിടെയെങ്കിലും ഐഡിലേക്ക് നിർത്തിയിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ഓഫ് ആവുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 90 സെക്കൻഡ്സോളമാണ് ഇത് ഓഫ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം റീസ്റ്റാർട്ട് ആവും. കാരണം ഫാനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. AC കട്ട് ഓഫ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാം. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഈ സൈഡിലായിട്ട് ഒരു കുഞ്ഞ് പോക്കറ്റും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ
വ്യക്തമായിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്ക് അത് കഴിഞ്ഞ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല കിടുക്കൻ AC വെൻ്റ് കാണാൻ സാധിക്കും. ഈ AC വെൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഒറ്റ ലൈൻ പോകുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇത് ശരിക്കും ഒരു പ്രീമിയം വാഹനത്തിലൊക്കെ കിട്ടുന്ന അതേ സെയിം ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ടൊയോട്ടയുടെ ഒരു കിടുക്കൻ ലോഗോ ഉൾപ്പെടെ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് കാണാൻ സാധിക്കും. എയർ ബാഗ് ഇതിൽ തന്നെ ഉണ്ട്. റൈറ്റ് സൈഡ് ഫുള്ള് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഓഡിയോ കൺട്രോളിൻ്റെ സെറ്റിംഗ്സ് ആണ് വരുന്നത്. താഴെ ആസ് ഇറ്റ് ഈസ് സെയിം നമ്മുടെ കോൾ ഫംഗ്ഷൻ വിത്ത് നമ്മുടെ വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടിൽറ്റ് ഫീച്ചർ സ്റ്റിയറിങ്ങിന് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ടിൽറ്റ് നമുക്ക് അവൈലബിൾ ആണ്, ടെലിസ്കോപ്പിക്ക് ഇല്ല. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. ഇതിൽ ഓട്ടോ ഫീച്ചർ വരുന്ന ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്ന മോഡലായതുകൊണ്ടാണ്. പിന്നെ പാർക്ക് ഹെഡ്ലൈറ്റ് ഓട്ടോ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സൺലോഡ് സെൻസർ ഈ ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ബ്ലാക്ക് സെൻസർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ റിയർ വൈപ്പർ വരുന്നുണ്ട്. റിയർ വൈപ്പറിൻ്റെ സ്വിച്ചും അതിൻ്റെ വാഷർ സ്പ്രേയും പിന്നെ നമുക്ക് മിസ്റ്റ് കളയാൻ വേണ്ടി ഒന്ന് മേളിലോട്ടാക്കുന്ന രീതിയും പിന്നെ ഓഫും ഇൻ്റർവെല്ലായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലോ ഹൈ നമുക്കിവിടെ കിട്ടും. ക്ലസ്റ്റർ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ ക്ലസ്റ്റർ മീറ്റർ ആണ്. ഈ ക്ലസ്റ്റർ മീറ്ററിനകത്ത് പക്ഷേ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു RPM മീറ്റർ, റൈറ്റ് സൈഡിലൊരു സ്പീഡോമീറ്റർ, താഴെ ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ ഗേജ്. ഈ ടെമ്പറേച്ചർ ഗേജ് നല്ലൊരു കാര്യം കേട്ടോ. കാരണം ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യമാണ് ടെമ്പറേച്ചർ ഗേജ്. എത്ര ടെമ്പറേച്ചർ ആയെന്ന് നമുക്ക് കൃത്യം അറിയാൻ സാധിക്കത്തില്ല. ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് വാഹനത്തിന് മൈലേജ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് കഴിയുമ്പോൾ നല്ലൊരു MID നമുക്കിവിടെ കാണാൻ സാധിക്കും. മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി 6.9 ആണ് കാണിക്കുന്നത്. റീസെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആവറേജ് വെച്ചാണ് നമ്മുടെ റേഞ്ച് കാണിക്കുന്നത്. അതായത് 95 കിലോമീറ്റർ കാണിക്കുന്ന ഈ ഒരു ആവറേജ് വെച്ചുള്ള കാൽക്കുലേഷനിലാണ്. പിന്നെ നമുക്ക് വാഹനം ഓടിയ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്ററിൽ എത്ര ഫ്യൂൽ എഫിഷ്യൻസി കിട്ടി എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ഡ്രൈവിംഗ് ടൈം അത് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതൊന്ന് റീസെറ്റ് ചെയ്തതാണ്. അങ്ങനെ റീസെറ്റ് ചെയ്ത സമയത്ത് 29 മിനിറ്റോളം ഈ വാഹനം ഓടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിപ്പം ഐഡ്ലിംഗ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് 14 മിനിറ്റോളം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് ഇവിടെ വന്നൊരു ഭാഗത്ത് തെറ്റിയിട്ടുണ്ട്. അതായത് ഇവിടെ 29 മണിക്കൂർ 2 മിനിറ്റ് 30 സെക്കൻഡ് ആയിരിക്കും മിക്കവാറും വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് 14 മിനിറ്റോളം ഐഡ്ലിംഗ് കിട്ടിയിട്ടുണ്ട്. 110 ml ഫ്യൂവൽ സേവ് ആയിട്ടുണ്ടെന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട്. മോഷൻ സെൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ, അതായത് ട്രാക്ഷൻ കൺട്രോൾ ശരിക്കും ഈ മോഷൻ സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ഫോഴ്സ് ഏതൊരു ഭാഗത്തോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മോഷൻ സെൻസർ യൂസ് ചെയ്യുന്നത്. ഈ മോഷൻ സെൻസറാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കി സെറ്റ് ചെയ്ത് എപ്പോഴാണ് ട്രാക്ഷൻ കൺട്രോൾ കൊടുക്കേണ്ടത് അഥവാ എപ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്ന ഈ ഒരു സംഗതിയാണ്. അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്കും പവർ ഇതൊക്കെ ജസ്റ്റ് ആനിമേറ്റഡ് മാത്രമാണ്. എന്നാലും ഏറെക്കുറെ ഒരു സാമ്യത്തോടു കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഔട്ട്സൈഡ് ടെമ്പറേച്ചറാണ് മേളിൽ 32 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ A&B ട്രിപ്പ് മീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 13,927 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് പോകാം. ഈ ഒരു സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്കിവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതും വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതായത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എത്രയാണ്, എനർജി ഫ്ലോ കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് വാഹനത്തിൽ ഒരു ലിഥിയം അയൺ ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. ആ ബാറ്ററിയിൽ നിന്നുള്ള ഫ്ലോയിൽ നിന്നാണോ വാഹനം വർക്ക് ചെയ്യുന്നത്, അതോ എഞ്ചിൻ്റെ ഫ്ലോ കൊണ്ടാണോ വാഹനം വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളോട് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഐഡ്ലിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡോർ ലോക്ക് ചെയ്യുന്നതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ, ഓൾ ഡോർ വേണോ ഏത് വേണോ എന്നൊക്കെയുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. വാണിംഗ് ആയിട്ട് ഏതൊക്കെ കാണിക്കണം അതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാമറ കാണാൻ സാധിക്കും. വലിയ കുഴപ്പമില്ല, ഒരു OK മോഡൽ ക്യാമറ എന്ന് ഞാൻ പറയത്തുള്ളൂ. അത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നാലും ഒരു OK ക്യാമറ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. വിത്ത് ബമ്പറും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. വളരെ കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം വേണ്ട സെറ്റിംഗ്സ് എല്ലാം നമ്മുടെ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. കാരണം ഒരുപാട് സെറ്റിംഗ്സ് ഞാൻ പറയാത്ത വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു സെനിയറിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ്. പകുതിയും നമ്മൾ യൂസ് ചെയ്യാറില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ടൊയോട്ട മാരുതിയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതുവരെ, ഇനി അവരും മാറും, ഇതുവരെ അവർ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് മാത്രം. ഇപ്പം ഈ ഒരു സ്റ്റിയറിംഗ് വീല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ ക്യാൻസൽ ചെയ്യാം, ക്രൂയിസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. ഇവിടെ സ്റ്റീരിയോയുടെ സെറ്റിങ്സും ഇവിടെ ഇത്രയും. അത് ഏതൊരു സാധാരണ വ്യക്തിക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ എന്നാ സിമ്പിൾ എന്നുള്ള രീതി, മറ്റേന്ന് പറഞ്ഞാൽ അയ്യോ ഇതൊക്കെ എന്നാ ചെയ്യാനുള്ള എന്നുള്ളൊരു ചിന്ത വന്നു. ഇവിടെ ആ ഒരു ചിന്ത വരുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ താഴെ നമുക്കൊരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓട്ടോ ക്ലൈമറ്റിൻ്റെ AC നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫിസിക്കൽ സ്വിച്ചസ് വരുന്നുള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ AC ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, AC ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോ പ്രസ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫാൻ സ്പീഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ഡീഫോഗർ, അതായത് മിസ്റ്റോ കാര്യങ്ങളൊക്കെ
പിടിക്കുകയാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോഗർ വർക്ക് ചെയ്യുന്നതായിരിക്കും. മോഡ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏതിലെ ബ്ലോവർ ഫാൻ ഏത് രീതിക്ക് പോകണം, അതായത് ഏത് പൊസിഷനിലോട്ട് കാറ്റ് പോകണമെന്നുള്ള രീതിക്ക് നമുക്കിവിടെ മോഡ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. റിയർ ഡീഫോഗർ ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ അത് ഓൺ ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴെ തന്നെ വരുന്നൊരു USB A ടൈപ്പാണ് വരുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് ആക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഏതായാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർജറിനോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടി കൊടുത്തിരിക്കുന്നതല്ല. നമ്മുടെ ഈ സ്റ്റീരിയോയിലോട്ടൊരു പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നതല്ല. ഇതാരും ചാർജറായിട്ട് എടുക്കണ്ട. ഇനി എന്തെങ്കിലുമൊക്കെ അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ല വലിയ ഗുണമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഒരു 120 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് അത്യാവശ്യം ചാർജേഴ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. ഇതിങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AC-യുടെ ആ തണുപ്പ് തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂൾ ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഒരു പെപ്സിയുടെ ക്യാനോ കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, കൂൾ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, കൂളിംഗ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ വരുന്ന കാറ്റിന് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മാനുവൽ 5 സ്പീഡ് ട്രാൻസ്മിഷൻ വാഹനമാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല ഒരു ആം റെസ്റ്റും ഇവിടെ കാണാൻ സാധിക്കും. അത് ഒരു അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കൈ വെച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നത്, എനിക്ക് ഗിയർ ഇപ്പോൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. കുറച്ചുകൂടെ തള്ളി വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഇടാനൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കുഞ്ഞനൊരു സ്റ്റോറേജ് സ്പേസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ പോലും കയറാത്ത അത്ര ഒരു കുഞ്ഞൻ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കേട്ടിങ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു പോർഷനിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് കോ ഡ്രൈവർ സൈഡിലൊന്ന് ഇരുന്നിട്ട് അവിടെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസും കൂടെ ജസ്റ്റ് നോക്കാം. ഇവിടെ ഇല്ല, ഗ്ലാസ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഇല്ല, ഏതായാലും ഇവിടെ വലിയ കാര്യമായിട്ട് ഒത്തിരി സംഭവമൊന്നുമില്ല. 2 മൈക്കിൻ്റെ പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ ഹാലജൻ ബൾബ് നമുക്കിവിടെ റൂഫ് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് ഇല്ലെങ്കിൽ പോലും മാനുവലായിട്ട് ഡിം ചെയ്യാൻ പറ്റുന്ന ഒരു റിയർ വ്യൂ മിറർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അപ്പുറം ഇരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ കാര്യം ഞാൻ ചെയ്യുന്ന ഒരു അല്പം ഒന്ന് ബാക്കിലോട്ട് ഇട്ടേക്കാം, ഒത്തിരി വേണ്ട. ഇത് പണ്ടും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം മാരുതിയുടെ എൻ്റെ ഒരു അറിവിൽ ഇതുപോലെ കാല് തട്ടുന്ന വേറെ വാഹനങ്ങളൊന്നും അല്ല, ഗ്ലോബോക്സ് ഒന്നുമില്ല. മാരുതി ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, റൂമിയോണാണ്, ടൊയോട്ടയുടെ വാഹനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഇൻസൈഡും ഔട്ട്സൈഡും എല്ലാം മാരുതിയുടെ കൺസ്ട്രക്ഷനാണ്. റീബാഡ്ജിങ് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. പക്ഷേ പലർക്കും മാരുതി വാഹനം എടുക്കുന്നതിൽ താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നേരെ പോകാൻ സാധിക്കും ടൊയോട്ടയിലോട്ട്. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏതെന്ന് പറഞ്ഞാൽ ടൊയോട്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് അഭിമാനം കൊള്ളുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് വന്നെടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഏതായാലും ഒരു കുഞ്ഞൻ ഗ്ലോ ബോക്സ് ആണ്, കൂൾഡോ കാര്യങ്ങളൊന്നുമല്ല, ഒരു നോർമൽ ടൈപ്പ് ഗ്ലോ ബോക്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പവർ വിൻഡോ സ്വിച്ച് മാത്രമാണ്. ഒരു കുഞ്ഞ് ട്യൂട്ടർ ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റീരിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു അല്പം ചെറുതായി പോയോ എന്നൊരു സംശയം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സുള്ള മോഡൽസൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റീരിയോസും കാര്യങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു മിറർ വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, നല്ല രീതിക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഡ്രൈവർ സൈഡിൽ ഇല്ലാതായിപ്പോയി, ഇച്ചിരി മോശമായിപ്പോയി എന്നെനിക്കൊരു തോന്നലുണ്ട്. അതുപോലെ തന്നെ എയർ ബാഗ് ഇവിടെയും വരുന്നുണ്ട്, നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. സീറ്റിനും എയർ ബാഗ് വരുന്നുണ്ട്. അതായത് ശരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ 4 എയർ ബാഗ് വരുന്ന മോഡലാണ്. പില്ലേഴ്സിൽ നമുക്ക് എയർ ബാഗ് വരുന്നില്ല. ഡ്രൈവർ സൈഡിൽ അതായത് നമ്മുടെ സ്റ്റിയറിംഗേ വരുന്നുണ്ട്, കോ പാസഞ്ചർ സൈഡ് വരുന്നുണ്ട്, 2 സീറ്റിലും എയർ ബാഗ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിലൊന്ന് പോയി പെട്ടെന്ന് ഇരിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലൊന്ന് കയറാം. ഇവിടെ ഈ ബാക്ക് സൈഡിൽ കയറുന്ന സമയത്ത് ഒരു വലിയൊരു വിശേഷം, ഈ ഒരു ഗ്ലാസിൻ്റെ വലിപ്പം, ഇതൊന്നുമല്ല വലിയ വിശേഷം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഏത് വാഹനത്തിൻ്റെ കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോണം. നിങ്ങൾക്ക് ഏത് വാഹനത്തിൻ്റെ സാമ്യമായിട്ട്, അല്ലെങ്കിൽ പണ്ട് തൊട്ട് ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് എടുത്ത് പറയുന്നൊരു വാഹനം ഏതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോണം. എന്താണ് ഏതാണ് എന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടേക്കുക. ഏതായാലും നമുക്ക് യാത്രയൊക്കെ പോകുന്ന സമയത്ത് ബാക്കിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടക്കാൻ സാധിക്കും. അതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. ഇനി കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്. കൈ വയ്ക്കുമ്പോൾ നമുക്ക് ഇച്ചിരി നേരെ വയ്ക്കാം, അതായിരിക്കും നല്ലത്. ഇങ്ങനെ കൈയൊക്കെ വെച്ച്. പക്ഷേ ഒരു കപ്പ് ഹോൾഡർ എനിക്കിവിടെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കപ്പ് ഹോൾഡറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നലാണ്. നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് എനിക്കിപ്പം ഫ്രണ്ടിലത്തെ കാല് വെക്കുന്നൊരു ഏരിയ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഈ ഒരു ഭാഗം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഇനിയും സ്പേസ് കിട്ടുന്നേ നല്ല സുഖമായിട്ട്. കാരണം ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ എപ്പോഴും ഏറ്റവും ബാക്കിലോട്ട് ഇറക്കിയാണ് ഇടുന്നത്. കാരണം എനിക്ക് ഡ്രൈവിങ്ങിന് ഏറ്റവും ബാക്കിലോട്ട് ഇറക്കി ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് രീതി എന്ന് പറയുന്നത്.
എൻ്റെ പുറകെ ഇരിക്കാൻ ആർക്കും ഇഷ്ടപ്പെടാറില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി ബാക്കിലോട്ട് ഇറക്കിയിടാറുണ്ട്. എല്ലാവരും ഈ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്സ്. അപ്പോൾ ഈ സൈഡിലത്തെ സീറ്റാണെങ്കിലും ഇനി ഞാൻ ഇപ്പുറത്തെ സീറ്റിലോട്ടൊന്ന് ഇരുന്ന് കാണിക്കാം. നിങ്ങൾ ഇതും കൂടെ ശ്രദ്ധിച്ചോണം. ഈ ഒരു സീറ്റും നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്തതേ ഇതുപോലെ ഇങ്ങനെ കിടക്കാം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. പറഞ്ഞുതരാം. അതായത് ഹെഡ് റെസ്റ്റ് ഇല്ല. മൂന്നാമതിരിക്കുന്ന നടുക്കിരിക്കുന്ന ഒരാൾക്ക് ഹെഡ് റെസ്റ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു എന്താ സജഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടെ 2 ISO ഫിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 സൈഡിലും ISO ഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അതായത് ഈ താഴത്തെ പോർഷനിൽ നമുക്ക് ISO ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ AC വെൻറ്റുകളാണ്. അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കണ്ടുകൊണ്ട് പലർക്കും മനസ്സിൽ സംശയം വരുന്നൊരു കാര്യമാണ്. അപ്പുറത്തുള്ളൊരു AC, അതായത് ആ വർക്ക് ചെയ്യുന്ന ACയുടെ കാറ്റ് അതിലേ വലിച്ചിങ്ങ് തരികയാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ, അതായത് ഈ പോർഷനിൽ ഒരു ഇവാപ്പറേറ്റർ അസംബ്ലി അഥവാ കൂളിംഗ് കോയിൽ എന്ന് പറയുന്നൊരു യൂണിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിലത്തെ AC വേറെ, ഈ ഒരു AC വേറെ, രണ്ടും 2 യൂണിറ്റാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഒരു കൂളിംഗ് കോയിൽ അഥവാ ഇവാപ്പറേറ്റർ അസംബ്ലി വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലത്തെ തണുപ്പും ഇവിടുത്തെ തണുപ്പും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഫാൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന ആൾക്കും ഈ ഒരു AC വെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ ഒരു ഭാഗത്തിരിക്കുന്ന ആൾക്കാർ 2 എണ്ണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള 2 എണ്ണം പുറകോട്ട്, അതായത് നമ്മളിപ്പോൾ ഈ സെറ്റ് ചെയ്യുന്ന രീതി നോക്കിക്കോണം. നമുക്കിത് ബാക്കിലോട്ട് നേരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം പുറകെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇത് 2 നേരെ ബാക്കിലോട്ട് ഇത് താഴോട്ടും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോയിലിരിക്കുന്ന സെക്കൻഡ് റോയിലിരിക്കുന്നവർക്കും തേർഡ് റോയിലിരിക്കുന്നവർക്കും ബുദ്ധിമുട്ട് വരാതിരുന്നോളും. ഇനി നമുക്ക് തേർഡ് റോയിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് എഴുതിയിട്ടുള്ളത് കാണാൻ സാധിക്കും. ABC, അതായത് AB+C എന്ന് കൊടുത്തിട്ടുണ്ട്. മാക്സിമം 120 വാട്ട്സ് ആണ് പറഞ്ഞിരുന്നത്. Aയും Bയും, അതായത് ഫ്രണ്ടിലും ഈ സൈഡിലുള്ളതും പിന്നെ C എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ബാക്കി വരുന്നതാണ്. അങ്ങനെ 3 പവർ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. ഇനി ബാക്ക് സൈഡിൽ അഥവാ നമ്മുടെ തേർഡ് റോയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ പൊക്കുക, ഇത് നേരെ താഴോട്ടാവും. ആ കൂട്ടത്തിൽ തന്നെ ഈ വലിക്കുന്ന ഫോഴ്സിൽ തന്നെ ഇത് നേരെ ഫ്രണ്ടിലോട്ട് പോകും. ഇതിൽ എനിക്ക് ബാക്കിലത്തെ പോർഷനിലോട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ കാല് വെക്കാനുള്ള സ്ഥലം ഭയങ്കര പാടാണ്. അതായത് കണ്ടോ, ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ സഹായിക്കണം, അല്ലെങ്കിൽ നൈസായിട്ട് ഞാൻ തന്നെ ഇതങ്ങ് പൊക്കി വെച്ചും അങ്ങനെ ഇവനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സീറ്റാണ്. പക്ഷേ അപ്പോൾ ഫ്രണ്ടിൽ ആൾക്കിരിക്കാൻ പാടായിരിക്കും. നിങ്ങൾക്ക് തന്നെ അവിടെ കാണാൻ സാധിക്കും അവിടെ ഉണ്ട് ഗ്യാപ്പ് എത്രയുണ്ടെന്നുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ഇനി അതല്ല ഒരു അല്പം കൂടെ വേണമെങ്കിൽ എനിക്ക് ബാക്കിലോട്ട് വലിക്കാം. ഫ്രണ്ടിലുള്ളവർക്ക് ഇച്ചിരി സുഖമായിട്ട് ഇപ്പോൾ ഈ ഒരു രീതിക്ക് ഇരിക്കാൻ സാധിക്കും. എനിക്കും ബാക്കിലിരിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ വലിയ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കത്തില്ല. ഇവിടെ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 2 സൈഡിലും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഏതായാലും AC-യുടെ ഒരു കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ, കാരണം ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കൂളിംഗ് ഫെസിലിറ്റി ഏതായാലും ഇവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ സൈഡിൽ നിന്ന് ബാക്കിലോട്ട് കയറണമെന്നുണ്ടെങ്കിലും അവിടെയും സെയിം പ്രൊസീജിയർ തന്നെ ഇങ്ങോട്ടാക്കുക. ഇവിടെ സുഖമായിട്ട് കയറിയിരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ വാഹനത്തിൻ്റെ ഹൃദയത്തിനെ കുറിച്ച് അറിഞ്ഞാലോ, അതായത് എൻജിൻ റൂം ഒന്ന് തുറന്ന് നോക്കിയാലോ. ഈ വാഹനം ഒരു 1.5 ലിറ്റർ പെട്രോൾ, അത് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എൻജിനാണ് വരുന്നത്. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ് കേട്ടോ, കിടുക്കൻ ചൂടാണ്, പൊള്ളി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു 1.5 ലിറ്റർ, അതായത് 1463 cc വരുന്നൊരു എൻജിൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് മാരുതിയുടെ സെയിം എൻജിൻ തന്നെയാണ്. ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ISG വരുന്നൊരു മോഡലാണ്. ഈ കാണുന്നൊരു ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, ഇതിനെയാണ് ISG എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഓൾട്ടർനേറ്റർ തന്നെ സ്റ്റാർട്ടറായിട്ടും വർക്ക് ചെയ്യും, അതൊരു ജനറേറ്ററായിട്ടും വർക്ക് ചെയ്യും. അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം പവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾട്ടർനേറ്റർ തന്നെ ഒരു മോട്ടറായിട്ട് വർക്ക് ചെയ്ത് എഞ്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ കാണിച്ചു തരാം. സീറ്റിൻ്റെ അടിയിൽ വരുന്ന ബാറ്ററി നോക്കിക്കോണം. ഈ കാണുന്നൊരു കറുത്ത ബോക്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ ഇത് ബാക്കിലോട്ട് ആക്കി കാണിച്ചു തരാം. യെസ്,
നിങ്ങൾ കാണുന്ന ഈ ഒരു പോർഷൻ ഇതൊരു ലിഥിയം അയണിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു ബാറ്ററി ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനും വാഹനം ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഐഡിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എനർജി ബാക്കിയുള്ള ഭാഗങ്ങൾക്ക്, അതായത് ഈ പറഞ്ഞ പോലെ AC വർക്ക് ചെയ്യാനാണല്ലോ, സ്റ്റീരിയോ വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കല്ല. AC എന്ന് ഉദ്ദേശിക്കുന്ന ബ്ലോർ മാത്രമാണ്. AC കിട്ടത്തില്ല ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ. അങ്ങനെ ബ്ലോറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചാർജ് ആ ഒരു ബാറ്ററി തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനെ അസിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പവറും ആ ഒരു ബാറ്ററി തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കിവിടെ പല സുസുക്കി പാർട്സും കാണാൻ സാധിക്കുന്നത്. സുസുക്കി എന്ന് എഴുതിയിരിക്കുന്ന ബെൽറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സുസുക്കിയുടെ പാർട്സ് തന്നെയാണ് ഇപ്പോഴും ഇതിന് വരുന്നത്. EGRും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിന് വരുന്നുണ്ട്. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ നടക്കുന്നുണ്ട്. കൂളിങ്ങിൻ്റെ ഫെസിലിറ്റിക്കും പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു രീതി തന്നെയാണ് ECM നമുക്കിവിടെ കാണാൻ സാധിക്കും. എഞ്ചിൻ റൂം വാഷിംഗ് പാടില്ല എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴേ വാഷ് ചെയ്തോ അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അതിന് വരത്തില്ല. ഓവറായിട്ട് ഹീറ്റ് ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. നല്ല രീതിക്ക് ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. അതുകൊണ്ട് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ നോയ്സും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാമ്പിങ് സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ റൂം തുറന്നിട്ട് പറയാനുള്ളത്. ഇനി വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കൂടെ ഒന്ന് നോക്കിയാലോ. ആദ്യം വളരെ സ്ലോ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് നല്ല റിവ്യൂ ചെയ്തും കൂടെ നോക്കാം. ആദ്യം തന്നെ ഇതിനകത്തുള്ള കുറച്ച് ഹൈലൈറ്റ് പോയിന്റ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. എനിക്കിഷ്ടപ്പെട്ട 2-3 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് നാവിഗേഷൻ്റെ ഒരു കാര്യം, നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നോക്കേണ്ടി പോലും വരുന്നില്ല. അതായത് എൻ്റെ ഫോണുമായിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് റൂട്ട് മാപ്പ്, ഞാൻ കോട്ടയം റൂട്ടാണ് ഇട്ടിരിക്കുന്നത്. കോട്ടയം ഏകദേശം ഒരു 4.7 കിലോമീറ്റർ ഉണ്ട്, 10 മിനിറ്റ് ടൈം എടുക്കുമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ. ഇപ്പോൾ ബി പഠിക്കുന്നത് ഞാനും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, കോ ഡ്രൈവറായിട്ടിരിക്കുന്ന ആദിത്യനും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കിലത്തെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെയാണ് നമ്മൾ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, പുറയിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടോണം ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. അതെ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും 400 മീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റ് പോകണം. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് കണ്ണ് ഇങ്ങോട്ട് നോക്കി ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ പോലും നോക്കാതെ വളരെ വ്യക്തമായിട്ട് എനിക്ക് ഈ ഒരു മീറ്ററിൽ കാണാൻ സാധിക്കും. ഡ്രൈവിംഗ് ടൈമിൽ ഏത് ഗിയറിലാണ് നമ്മൾ പോകുന്നതെന്നും ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വളരെ വ്യക്തമായിട്ട്, ഇപ്പം ഞാനൊരു 5th ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, 4th ഗിയറിലോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലസ്റ്റർ മീറ്ററിൽ ഒരു വൈറ്റ് ലൈറ്റ് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരു വൈറ്റ് ലൈറ്റ് കാണിക്കുന്നത്, ഇത് ശരിക്കും നമ്മുടെ റീജനറേഷൻ നടക്കുന്നതാണ്. അതായത് നമ്മുടെ സീറ്റിൻ്റെ താഴെ വരുന്ന ബാറ്ററി ചാർജ് ആകുന്നതായിട്ട് കാണിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടുന്നുണ്ട്, റീജനറേഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് കഴിവതും ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ആ ലൈറ്റ് അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാം നല്ല രീതിക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. പക്ഷേ ഒരുപാട് കാല് കൊടുത്ത് വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പം ഞാൻ നേരത്തെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ വരുന്നത് ഒരു ലോ ബീം ഹെഡ്ലൈറ്റും ഇവിടെ വരുന്നത് ഹൈ ബീമുമാണ്. രണ്ടിലും വരുന്നത് നോർമൽ ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം. ഇത് നമുക്ക് ഊരാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ബൾബ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. H11 ബൾബാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ഹാലജനാണ്. അത് ഞാൻ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തു, കപ്പിളർ ഇടുകയാണ്. ഇനി നമുക്ക് ഇത് ഹൈ ബീം അഴിക്കണമെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക. ഇതിങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ബൾബ് വേണ്ട ഈ വരുന്നൊരു ബൾബ്. അപ്പോൾ ഇത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് 9005 എന്ന് പറയുന്ന മോഡലാണ് നമുക്ക് വരുന്നത്. ഈ 2 മോഡൽ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള LED വേരിയൻറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് LED ഇൻബിൽറ്റ് വരുന്നതാണെങ്കിൽ നമുക്ക് മാറ്റാൻ പാടില്ല. ഇതൊക്കെ ആകുമ്പോൾ സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ വരുന്ന കൺസർവോ എന്ന് പറയുന്നൊരു ബാറ്ററിയാണ് എക്സൈഡ് വരുന്നത്. ഇതിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്ന ബാറ്ററിയാണ്. അതായത് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്ന ഒരു ബാറ്ററി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ ബാറ്ററി ഇവിടെ യൂസ് ചെയ്യരുത്. എപ്പോഴും ഈ ടൈപ്പ് ബാറ്ററീസ്, അതായത് ഇതിന് പറഞ്ഞിരിക്കുന്ന സെയിം ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. വാഹനം ഐഡിൽ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ ഇട്ടിട്ടുണ്ട്, ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടില്ല. വാഹനം ഓഫ്, അതായത് ഓട്ടോ ഓഫ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ മീറ്റർ കാണുമ്പോൾ അഥവാ നമ്മുടെ RPM കാണുമ്പോഴത്തേക്കും കറക്റ്റ് അറിയും. ഇനി ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ISG അഥവാ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഓൾട്ടർനേറ്ററാണ് ഈ വാഹനത്തിനെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 90 സെക്കൻഡോളമാണ് ഈ ഒരു വാഹനം ഇങ്ങനെ ഐഡിൽ നിൽക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡും കൂടെ നോക്കാം. അതായത് ഒരു 0 to 100 ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇപ്പം നമ്മുടെ ഈ വാഹനത്തിൻ്റെ സ്പീഡ് കാണിക്കുന്ന 0 ആണ്. ഐഡിലിങ്കിൽ നമുക്കിപ്പം RPM കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ജസ്റ്റ് റവ് ചെയ്യാം. 5000 വരെ ഞാൻ കൊണ്ടെത്തിച്ചു. സെക്കൻഡ് ഗിയറിൽ ഇപ്പം 5000 കഴിഞ്ഞപ്പോൾ 80, തേർഡ് ഗിയറിൽ ഇപ്പം 80 കഴിഞ്ഞു. 5000 RPM ആയപ്പോഴേക്കും 100 എത്തി.
യെസ്. അപ്പോൾ ഏകദേശം നമുക്കൊരു സ്പീഡ് റേഞ്ചിങ് മനസ്സിലായിട്ടുണ്ട്. നല്ല രീതിക്ക് കയറും. ഞാൻ ഏകദേശം ഒന്ന് റബ് ചെയ്ത് കയറ്റി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ആ റേഞ്ച് ആയപ്പോൾ ഞാൻ സ്പീഡ് കുറച്ചു, നോർമൽ രീതിക്ക് പോകുന്നു, മൈലേജും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈലേജും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം, എന്ത് മൈലേജ് ഈ വാഹനത്തിന് കിട്ടുമെന്നുള്ളതും കൂടെ. ഇപ്പോൾ ഇതിന് ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൊടുത്തിരിക്കുന്നത് 6.3 ആണ്. ഞാനതൊന്ന് റീസെറ്റ് ചെയ്യുകയാണ്. യെസ്, അത് റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വളരെ നോർമലായിട്ട്, അതായത് സാധാരണ ഒരു വ്യക്തി ഫ്യൂവൽ എഫിഷ്യൻസി നോക്കി വാഹനം ഓടിക്കുന്ന പോലെ ഒന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗ്രാജുവലായിട്ട് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഗിയർ മാറി ഏകദേശം ഒരു 30+ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും 4th ഗിയർ ഇട്ടു. അത് കഴിഞ്ഞ് ഒരു ഏകദേശം 45 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും 5th ഗിയർ ഇട്ടു. കാരണം പവർ ഉള്ളതുകൊണ്ട് ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ ചെറിയ രീതിക്ക് മാത്രം, അതായത് വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഏകദേശം 60 കിലോമീറ്റർ സ്പീഡിലാണ്. 60 അടുത്തില്ല, 60 അടുപ്പിച്ചാകുന്നു. ഞാൻ ഏകദേശം ക്രൂയിസ് കൺട്രോളും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ക്രൂയിസ് കൺട്രോൾ ഞാനത് ഓൺ ചെയ്തു, സെറ്റ് അപ്ലൈ ചെയ്തു. 48 കിലോമീറ്റർ സ്പീഡാണ്. ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന സ്പീഡ് ഏതാണോ, ബ്രേക്കോ ക്ലച്ചോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടാകുന്നതായിരിക്കും. ഞാൻ ക്ലച്ചൊന്ന് അപ്ലൈ ചെയ്തു, കട്ടായി. പിന്നെയും എനിക്ക് എന്താ ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യണം. അതൊന്നുകൂടെ ഞാനിത് ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ സെറ്റാണ്. 49 കിലോമീറ്റർ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ അപ്പ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ആ ക്ലസ്റ്ററിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സ്പീഡ് കയറുന്നത്. ഓക്കെ, അപ്പം ഏകദേശം 51 കിലോമീറ്റർ തന്നെയാണ് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം 16.8 17 വരെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കയറിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസേ പോയുള്ളൂ. കുറച്ച് ലോങ് കൂടെ ഒന്ന് പോയി നോക്കാം. ഇനി ഒരു മോശപ്പെട്ട വഴി കൂടെ നമ്മളൊന്ന് കയറി നോക്കി സസ്പെൻഷൻ്റെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഏതായാലും സസ്പെൻഷൻ്റെ കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിലെ പോകുന്നത്, വേറൊന്നും കൊണ്ടല്ല. കാരണം ഈ വാഹനം എനിക്ക് നല്ല സുപരിചിതമായതുകൊണ്ട് വളരെ അൺഡൗട്ട്ഫുള്ളി തന്നെ നമുക്ക് പറയാൻ സാധിക്കും നല്ല രീതിക്കുള്ള സസ്പെൻഷനാണ്. കാരണം നമുക്ക് നല്ല കംഫോർട്ട് കിട്ടുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ്. ഒരു ഡിസ്കംഫോർട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു കുഞ്ഞൻ വാഹനം, കുഞ്ഞൻ എന്നൊരിക്കലും പറയാൻ സാധിക്കത്തില്ല, ഒരു വലിയൊരു വാഹനം, ഇതൊരു MPV തന്നെയാണ്, ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നിപ്പോൺ ടൊയോട്ടയുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ഇട്ടേക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വാഹനത്തിന് കിട്ടുന്ന ഫ്യൂവൽ എഫിഷ്യൻസി എത്രയാണെന്നും കൂടെ താഴെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക.